പ്രഥമദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷണം നടത്തി പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ്. പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആര് തെറ്റ് ചെയ്താലും വലുപ്പ ചെറുപ്പം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, ജാതിമത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി കെ രാധാകൃഷ്ണൻ, ദളിത് നേതാവായ CPM നേതാവ് പറഞ്ഞിട്ടുള്ളത്, വേടന് ഉള്ള എല്ലാ എന്തൊക്കെയാണോ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത് അതേപോലെ കൃത്യമായി പിണറായി വിജയൻ മോഹൻലാലിനെതിരെയും അതേപോലെ സുരേഷ് ഗോപിക്കെതിരെയും എടുക്കണമെന്നാണ്. അതായത് വേടനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതാണെന്നുള്ള ആരോപണങ്ങൾ വ്യാപകമാകുകയാണ്. മാത്രമല്ല തുല്യനീതിയല്ല, ഇതേ കുറ്റം ചെയ്ത സുരേഷ് ഗോപിയെ 2 പുലിനഖങ്ങൾ കഴുത്തിൽ നടക്കുന്ന സുരേഷ് ഗോപിയെ തൊട്ടില്ല, 2 ആനക്കൊമ്പുകളുമായി നടക്കുന്ന മോഹൻലാലിന് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും തൊട്ടില്ല. പക്ഷേ വേടനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിനാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് വേടനെ വേട്ടയാടാൻ കാരണം. പിണറായി വിജയൻ വേട്ടയാടാൻ കാരണം അദ്ദേഹം പീഡിത വർഗത്തിനു വേണ്ടി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 2 തുല്യനീതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനാണ്. മാത്രമല്ല ഇവിടെ തമ്പുരാൻ എന്ന് പറയുന്നൊരു സംഭവമില്ല, പാണനില്ല, എല്ലാവരും തുല്യരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള നമ്മുടെ വേടൻ്റെ ഭാഗം പറഞ്ഞുകൊണ്ട് ദളിത് രാഷ്ട്രീയത്തിൻ്റെ വക്താവായ CPM മുൻ മന്ത്രിയായ കെ രാധാകൃഷ്ണൻ പറയാൻ കാരണമുണ്ട്. എന്താണ് കാരണം? പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ, യാത്ര എന്ന് പറഞ്ഞാൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള വഴികൾ തേടുമ്പോൾ അതിലേറ്റവും തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ള കെ രാധാകൃഷ്ണനെ വെട്ടിമാറ്റി അദ്ദേഹത്തെ എന്ത് ചെയ്തു? ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയും ഭാഗ്യത്തിന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതോടുകൂടി കേരള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. അദ്ദേഹം നേരെ ഡൽഹിയിൽ പോയിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും കെ രാധാകൃഷ്ണനില്ല. എല്ലാവരും ബഹുമാനിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ ഇവിടെ നിന്നും വെട്ടിമാറ്റിയതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ്റെ ഈ തൻ്റെ മരുമകനെ വഴിയൊരുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, മുഖ്യമന്ത്രിയാവാൻ വഴിയൊരുക്കുക. പിണറായി വിജയൻ്റെ മുന്നിലുള്ള ഒരു തടസ്സമാണ് ശരിക്കും കെ രാധാകൃഷ്ണൻ. കാരണം അദ്ദേഹം ഒരു ദളിത് നേതാവാണ്. അദ്ദേഹം ദളിതനായ കേരളത്തിലെ ആദ്യത്തെ CPM മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടായിരുന്നു. അത് വെട്ടിമാറ്റുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ഇവിടെ തുല്യനീതി എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് കൃത്യമായി പറയുകയാണ് ഇൻഡയറക്റ്റായി കെ രാധാകൃഷ്ണൻ. ആ കെ രാധാകൃഷ്ണൻ വേടനോടൊപ്പം നിന്ന് വേടനോട് കാണിച്ചത് നീതിയല്ല, സുരേഷ് ഗോപിയെയും മോഹൻലാലിനെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇൻഡയറക്റ്റായി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ പൂർണ്ണമായ ഭാഗങ്ങൾ കേൾക്കാം. അതിൽ ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ രാസലഹരിയുടെ ആപത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. അത് വ്യത്യസ്ത ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട്. സിനിമാ ഫീൽഡിൽ അത് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തത്. അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗത്തുമൊക്കെ അതൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള പൊതുബോധം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതുപോലെ എല്ലാ മേഖലയിലും. അപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ ആപത്തിലേക്ക് പോകും എന്നുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. അപ്പോൾ ആ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ പാടില്ല. ഞാനിപ്പോൾ രാസലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ക്രൂശിക്കുക, അതിന് തെളിവ്, അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കാനോ ക്രൂശിക്കാനോ ഒക്കെ പാടുള്ളൂ. ഇത് ഇക്കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടന്നു വരികയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷണം നടത്തി പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതാണ്. അപ്പം അത്തരം
നടപ്പാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ സൂപ്പർ താരങ്ങളുടെ വീട്ടിൽ ആനക്കൊമ്പ് ഇരിക്കുമ്പോഴാണ് വെറും ഒരു പുലിപ്പല്ല് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ 2 ദിവസം ഈ കൊടും ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ്. പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആര് തെറ്റ് ചെയ്താലും വലുപ്പ ചെറുപ്പം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, ജാതിമത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്നല്ല, ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വേടനെതിരെ അതാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവ് വന്നിട്ടുണ്ടോ? അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ആ സംഭവത്തോടനുബന്ധിച്ചാണ് ഇത് നമ്മളെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണ്. ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക എന്നുള്ള സ്ഥിതി മാറി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള പല ചിന്തകളുണ്ട്. ജാതി ചിന്തയുണ്ട്, മതചിന്തയുണ്ട്, മറ്റ് സംഗീതമായിട്ടുള്ള ചിന്തകളുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താൽ പോരാ, അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രക്രിയയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തണം. അത് പെട്ടെന്നൊരു ഇഷ്യൂ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചീഫ് സെക്രട്ടറി അടക്കം പറയേണ്ട ഗതികേടുണ്ടായല്ലോ ഒക്കെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് അത്തരം കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. മാധ്യമങ്ങൾ നല്ലപോലെ ഇടപെടണം.